എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഇതുപോലുള്ള ഒരു സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി വെച്ചിട്ടുള്ള ഒരു നല്ലൊരു ഐഡിയ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഓരോന്നൊക്കെ ചില്ലിൻ്റെ കുപ്പി വെച്ചിട്ട് ചെയ്യുമ്പോൾ പലർക്കും സങ്കടമാണ്, ഇതുപോലത്തെ കുപ്പിയില്ലേ ചേച്ചി, പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി വെച്ച് കാണിക്കുമെന്നൊക്കെ. അപ്പോൾ ഇതുപോലത്തെ കുപ്പി വെച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സൂത്രം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് പിക്ചേഴ്സൊക്കെ അയച്ചു തരാം കേട്ടോ. അപ്പോൾ എനിക്കറിയാമല്ലോ നിങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു സാധാരണ നെയ്യിൻ്റെ കുപ്പി കഴുകി വൃത്തിയാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് കുപ്പിയും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. പിന്നെ നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് നല്ലൊരു സോക്സാണ്. അപ്പോൾ പഴയൊരു സോക്സ് എടുക്കുക, കീറാത്തതാവണമെന്നേ ഉള്ളൂ, നല്ല ഡാർക്ക് കളറിലുള്ളത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ബ്ലാക്കാണ്. അപ്പോൾ ബ്ലാക്ക് ആണെങ്കിൽ കൂടുതൽ നല്ലത്, അല്ലെങ്കിൽ ബ്രൗണോ അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂവോ അങ്ങനെ ഏതെങ്കിലും. അപ്പോൾ കുഞ്ഞുങ്ങളുടെയൊക്കെ യൂണിഫോമിൻ്റെ സോക്സ് കാണില്ലേ, ഇത്തിരി ലൂസായിട്ടൊക്കെ, അപ്പോൾ അത് ഉപയോഗിക്കാതെ ഇരിക്കുന്നുണ്ടാവും. അതൊരെണ്ണം ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ആ കുപ്പീനെ ആ ഒരു സോക്സിൻ്റെ ഉള്ളിലോട്ട് കറക്റ്റായിട്ടൊന്ന് കടത്തി എടുക്കുക കേട്ടോ. നമുക്കിപ്പോൾ മൂടി വേണ്ട, അതുകൊണ്ട് നമുക്ക് മൂടി മാറ്റി കളയാം. എന്നിട്ട് നല്ല ടൈറ്റായിട്ട് ഈ ഒരു സോക്സ് ഈ ഒരു കുപ്പിയിൽ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഒന്ന് കൈ വെച്ച് ഇങ്ങനെ ഞെറികൾ പോലെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് നല്ല കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തെടുക്കുക. കുറച്ച് വലിയ സോക്സ് ആണെങ്കിൽ കുറച്ചധികം നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ചുളിഞ്ഞ് നിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. പിന്നെ അതിൻ്റെ ഒരു മുകൾ ഭാഗം ഞാനിപ്പോൾ ഈ കുപ്പീൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. ബാക്കി ഭാഗം നിങ്ങളുടെ ഒരു ഐഡിയയിൽ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഇങ്ങനെ വെച്ച് കൈ വെച്ച് ഇങ്ങനെ ഞെറിഞ്ഞ് നല്ല ഭംഗിയിലൊന്ന് ആക്കിയെടുക്കുക. ഞാനിപ്പോൾ ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് ഫെവിക്കോളും വെള്ളം കൂടി മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ 2 ടീസ്പൂൺ ഫെവിക്കോളിന് 1 ടീസ്പൂൺ വെള്ളം എന്നുള്ളൊരളവിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു മിക്സ് നമുക്ക് ഈ കുപ്പിയിൽ ഈ ഒരു സോക്സിൻ്റെ മുകളിൽ കൂടെ ഫുള്ളായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ നമ്മളിങ്ങനെ ഞെറിഞ്ഞ് വെച്ചില്ലേ, അതൊക്കെ നല്ല സ്റ്റിഫായിട്ട് നിൽക്കും. പിന്നെ ഒട്ടും അങ്ങനെ നീങ്ങൊന്നുമില്ല. പിന്നെ കുപ്പിയിൽ അത് ഒട്ടിയിരിക്കും. കറക്റ്റായിട്ട് നന്നായിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്ത് നല്ല കറക്റ്റാക്കി എടുക്കുക കേട്ടോ. ഫെവിക്കോൾ അടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വെള്ള കളറൊക്കെ തോന്നിയാലും കുഴപ്പമൊന്നുമില്ല, അത് ഉണങ്ങുമ്പോൾ ഫുള്ളായിട്ട് പോയിട്ടുണ്ടാവും. നല്ല കറക്റ്റായിട്ട് നല്ല ഭംഗിയിൽ ഈ ഞെറികളൊക്കെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ഒന്ന് ഉണങ്ങണം. കറക്റ്റാക്കിയിട്ട് ആ ഞെറികളൊക്കെ ഇപ്പോൾ തന്നെ ഒന്ന് കൈ കൊണ്ടൊക്കെ കേടായതൊക്കെ ശരിയാക്കി വെക്കണം. ഇപ്പോൾ ഇത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങിയിട്ട് കാണാം അല്ലേ ബാക്കി കാര്യങ്ങൾ. ഇപ്പോൾ ഇതേ ഒരു 75% ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഞാനത് എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഉണക്കാം. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ബട്ടൺസ്, ഇങ്ങനെ പഴയ ഡ്രസ്സിൻ്റെയൊക്കെ പൊട്ടി പോന്നിട്ടുള്ള ബട്ടൺസ്, അതുപോലെ നമ്മൾ കളയുമ്പോൾ അതിൻ്റെ ബട്ടൺസ് ഞാനിങ്ങനെ എടുത്ത് വയ്ക്കാറുണ്ട് കണ്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ബട്ടൺസാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ എന്ത് സാധനമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ നിങ്ങളുടെ ഒരു യുക്തി പോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ സിമ്പിളായിട്ട് അവിടെ ഇവിടെയൊക്കെ ഈ ഒരു ബട്ടൺസാണ് ഒട്ടിക്കുന്നത്. അതിനുശേഷം ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ബ്ലാക്ക് അക്രിലിക് കളർ വെച്ചിട്ട് ഈ ബട്ടൻ്റെ മുകളിലൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമുക്കിതൊന്ന് ഉണങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ ഇത് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലത്തെ കോപ്പർ കളറാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. അത് വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്യണ്ട, അവിടെയും ഇവിടെയൊക്കെ ആയിട്ടൊന്ന് പെയിൻറ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ ഇടയിൽ നമ്മളോട് ഹായ് പറയാനായിട്ട് പ്രത്യേകം ഏൽപ്പിച്ചിട്ടുള്ള ശ്രീഹരി, റിച്ചു അവരുടെ അമ്മയാണ് പറഞ്ഞത്. അപ്പോൾ രണ്ടാൾക്കും ഒരു ഹായ്. അതുപോലെ ഹഫീഫ, ഫാസില, നിത CK 3 പേർക്കും ഹായ്. ഐശ്വര്യ കിഷോർ, ജാബിറ പർവീൻ, ഷാസ് വേൾഡ് 3 ആൾക്കും ഒരു ഹായ്. അതുപോലെ തന്നെ ഇഫ, മാളവിക തൃശ്ശൂരിൽ നിന്നാണ്, എല്ലാവർക്കും ഒരു ഹായ് കേട്ടോ. കണ്ടോ, നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ഒരു ആൻറ്റിക് ലുക്കിലൊക്കെ നമുക്ക് ഇവിടെ ഇതിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ബോട്ടിലില്ലെങ്കിൽ നമ്മൾ സാധാരണ ബോട്ടിൽ ആർട്ട് ചെയ്യുന്ന കുപ്പി വെച്ചിട്ടും നിങ്ങൾക്കിത് ട്രൈ ചെയ്യാം. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ആയാലും ചില്ലിൻ്റെ ആയാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഐഡിയ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് വേണമെങ്കിൽ മണി പ്ലാന്റ് ഒക്കെ വീടിൻ്റെ ഉള്ളിൽ വെക്കുകയാണെങ്കിൽ ഇതിൽ വെള്ളം നിറച്ചിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് നല്ല രസമായിട്ട് ഇരിക്കും. അതുപോലെ നിങ്ങൾക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഫ്ലവേഴ്സൊക്കെ വയ്ക്കാനുള്ള ഫ്ലവർ പോട്ടായിട്ടോ ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഐഡിയ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിലെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ
ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിന് നേരെയുള്ള ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. ഇനിയപ്പോൾ നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്